അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യവും ഹൈറും ബറക്കത്തും ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെല്ലാൻ കഴിയുന്ന വളരെ ചെറിയ ഇസ്മ ആണെങ്കിൽ പോലും ഒരുപാട് മഹത്വങ്ങളേറിയ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതം നമുക്ക് ഹൈറിലും ബർക്കത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളരെ വേഗത്തിൽ ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഇസ്മാണിത്. ഈ ഒരു ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പോലും വിചാരിക്കുന്നതിന് അപ്പുറം മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണിത്. ഇത് ചെല്ലാൻ വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സമയം മാത്രം ഇതിന് ആവശ്യമുള്ളൂ. ഇസ്മ ഏതാണെന്ന് വെച്ചാൽ യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു ഇസ്മ. ഈ ഒരു ഇസ്മ എല്ലാ ദിവസവും 99 പ്രാവശ്യം പതിവാക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും വന്നു ചേരുന്നതാണ്. ഉറപ്പായിട്ടും ഇത് ഒന്ന് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാത്ത വഴിയിലൂടെ ഹൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. നമ്മുടെ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇല്ലേ? ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ പതിവാക്കുക. എല്ലാ ദിവസവും ഇത് പതിവാക്കുക. ഈ ഒരു ഇസ്മിനെ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം നീങ്ങി കിട്ടുന്നതാണ്. യാ ബാസിത്തു യാ അല്ലാ. ഈ ഒരു ഇസ്മ ഒരുപാട് മഹത്വവും ഒരുപാട് ഗുണങ്ങളും ഏറിയ ഒരു ഇസ്മാണിത്. ളുഹർ നമസ്കാരത്തിന് ശേഷം യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ 11 പ്രാവശ്യം ചൊല്ലുകയാണ് എങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മൾ പോലും വിചാരിക്കുന്നതിന് അപ്പുറം മനോഹരമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നീങ്ങി കിട്ടുന്നതാണ്. നമ്മുടെ ഭർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ സ്നേഹിക്കും. വെറും 11 പ്രാവശ്യം മാത്രം ചൊല്ലിയാൽ മതി. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നീക്കി കളയുന്നതാണ്. എല്ലാ ദിവസവും ഇത് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ഇത് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.